ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഓവറായിട്ട് പഴുത്ത് പോകാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പഴം എടുത്തിട്ട് മിഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓവർ തിന്നായി പോവാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാ ബനാന പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പഴമൊന്നും പൊടിഞ്ഞു പോകാതെ ഈ പൊടികളെല്ലാം ഇതിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴത്തിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോ ബനാന പീസസ് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്കിനിയൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റാം. എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം എടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ലഭിക്കുന്നത്. ഇതുപോലെ ബാലൻസ് ഉള്ള പഴം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി എല്ലാം റെഡിയാക്കിയ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം, അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്